പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ബാക്ക്ലാഷ് 2024 നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ വാർത്തകളെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ആദ്യം പങ്കുവെക്കാനുള്ളത് കോഡി റോഡ്സിൻ്റെ അടുത്ത എതിരാളി ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ബാക്ക്ലാഷ് 2024 മെയിൻ ഇവൻറ്റിൽ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് AJ സ്റ്റൈൽസിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. കോഡി റോഡ്സിന് ആദ്യത്തെ ഒരു TV ടൈറ്റിൽ ഡിഫൻസ് ആയിരുന്നു AJ സ്റ്റൈൽസിനെതിരെ ലഭിച്ച മത്സരം. അതിൽ സക്സസ്ഫുള്ളായി അദ്ദേഹത്തിന് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാനും ടൈറ്റിൽ മത്സരം റിട്ടേൺ ചെയ്യാനും സാധിച്ചു. അപ്പോൾ AJ സ്റ്റൈൽസിനെതിരെയുള്ള കോഡിയുടെ സ്റ്റോറി ഇനി തുടരുമോ എന്നുള്ളതിൻ്റെ യാതൊരുവിധ സൂചനയും ഈ മത്സരത്തിൽ അവർ നൽകിയിട്ടില്ല. മത്സരം അതിഗംഭീരമായിരുന്നു. AJ സ്റ്റൈൽസിൻ്റെയും അതുപോലെ തന്നെ കോഡി റോഡ്സിൻ്റെയും കിടിലൻ പെർഫോമൻസ് കാണാൻ സാധിച്ചു. ക്രൗഡ് തന്നെയാണ് ഈ ബാക്ക്ലാഷ് പേപ്പർവ്യൂവിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു അവിഭാജിക ഘടകം എന്ന് പറയുന്നത്. കാരണം തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ മത്സരത്തിനും ക്രൗഡിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് മത്സരം കണ്ടാലും അത് ഒരിക്കലും മോശമെന്ന് പറയാൻ സാധിക്കില്ല. പെർഫോമൻസ് കൊണ്ടും ക്രൗഡിൻ്റെ സപ്പോർട്ട് കൊണ്ടും ഒരു കിടിലൻ ആയിട്ടുള്ള ഒരു ബാക്ക്ലാഷ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ബാക്ക്ലാഷ് 2024 കഴിയുന്നതിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ കോഡി റോഡ്സ് അടുത്തതായി ആരെ നേരിടാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് കോഡി കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയുകയുണ്ടായി. സ്മാക്ഡൗൺ റോസ്റ്ററിൽ ഒട്ടനവധി സൂപ്പർ സ്റ്റാർസ് ഉണ്ട്, പക്ഷേ തനിക്ക് LA നൈറ്റിനെയാണ് നേരിടാൻ താല്പര്യമുള്ളത്. എനിക്കറിയാം LA നൈറ്റും ഫേസ് റെസ്ലറാണ്, ഞാനും ഫേസ് റെസ്ലറാണ്. അപ്പോൾ ഞങ്ങൾക്കിടയിൽ അത്തരത്തിലുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. കൂടാതെ LA നൈറ്റ് ടോപ്പാണെന്ന് പറയുന്നു, ഞാനും ടോപ്പാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഒരു മത്സരം വെച്ച് അതിൽ കൃത്യമായിട്ടുള്ള ഒരു വിജയെ കണ്ടുപിടിച്ചാൽ ആരാണ് ആ ഒരു ടോപ്പിലെ യഥാർത്ഥ റെസ്ലർ എന്നുള്ളത് കണ്ടുപിടിക്കാമെന്നുള്ളൊരു അഭിപ്രായമാണ് കോഡി റോഡ്സ് പറയുന്നത്. പക്ഷേ LA നൈറ്റിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ LA നൈറ്റ് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും അവസാനത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലടക്കം LA നൈറ്റ് അത് തുറന്നു പറയുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടി നോക്കുമ്പോൾ കോഡി റോഡ്സും LA നൈറ്റും തമ്മിലുള്ള ഒരു മത്സരം വരാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും LA നൈറ്റ് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും കോഡി റോഡ്സ് വേഴ്സസ് LA നൈറ്റ് തമ്മിലുള്ള ഒരു മത്സരം വന്നാലും കോഡി റോഡ്സിന് തന്നെയാണ് വിജയ സാധ്യത കൂടുതലുള്ളത്. LA നൈറ്റിന് പകരം കോഡി റോഡ്സ് അടുത്തതായി ആരെ നേരിട്ട് കാണാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെയും അവസാനത്തുമായ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ജഡ്ജ്മെൻറ്റ് ഡേ സംബന്ധിച്ചുള്ളതാണ്. ഇന്ന് കഴിഞ്ഞ ബാക്ക്ലാഷ് പേപ്പർവ്യൂവിൽ നമുക്ക് ജഡ്ജ്മെൻറ്റ് ഡേയുടെ ഏക മത്സരമായി കാണാൻ സാധിച്ചത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡാമിൻ പ്രീസ്റ്റ് ജെ ഊസോയ്ക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. സക്സസ്ഫുള്ളായി ജഡ്ജ്മെൻറ്റ് ഡേ ടീമിൻ്റെ ലീഡറായ ഡാമിൻ പ്രീസ്റ്റിനെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചു. ജഡ്ജ്മെൻറ്റ് ഡേ ടീം അംഗങ്ങളായ JD മക്ഡോണ, ഫിൻ ബാലർ തുടങ്ങിയവരുടെ സഹായം ഡാമിൻ പ്രീസ്റ്റിന് ലഭിച്ചത് തന്നെയാണ് മത്സരത്തിൽ വിജയിക്കാനുള്ള കാരണം. അതിഗംഭീരമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. അതുകൊണ്ട് തന്നെ മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് സ്റ്റോറി ലൈൻ ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിനു മുൻപത്തെ റോ എപ്പിസോഡിലടക്കം ജഡ്ജ്മെൻറ്റ് ഡേ ടീം അംഗങ്ങളോട് ഡാമിൻ പ്രീസ്റ്റ് പറഞ്ഞിട്ടുള്ളത് തൻ്റെ മത്സരങ്ങളിൽ നിങ്ങൾ ഇൻ്റർഫിയറൻസ് നടത്തേണ്ട, ജഡ്ജ്മെൻറ്റ് ഡേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നോട് പറയുക, എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല എന്നുള്ളത് ഡാമിൻ പ്രീസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തം കാര്യം ഞാൻ നോക്കിക്കോളാം എന്നുള്ളൊരു അഭിപ്രായമാണ് നിലവിൽ ഡാമിൻ പ്രീസ്റ്റ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മത്സരം കഴിഞ്ഞുടനെ തന്നെ ജെ ഊസോയെ ഫിൻ ബാലറും JD മക്ഡോണയും ചേർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് ഈ രണ്ടുപേരെയും തള്ളി മാറ്റുന്ന ഡാമിൻ പ്രീസ്റ്റിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മത്സരത്തിൽ ഇൻ്റർഫിയറൻസ് നടത്തിയ ആ ഒരു ഭാഗം ഡാമിൻ പ്രീസ്റ്റിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഡാമിൻ പ്രീസ്റ്റ് മറ്റുള്ളവരെ പോലെ ഡിപ്പെൻഡ് ചെയ്ത് വിജയിക്കുന്ന ഒരു ചാമ്പ്യനല്ല, ഞാനൊരു ഫൈറ്റിംഗ് ചാമ്പ്യനാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആണ് അവരോട് ഈ മത്സരങ്ങളിലൊന്നും ഇൻ്റർഫിയറൻസ് നടത്തരുത് എന്ന് പറഞ്ഞത്. എന്നിട്ടും അവർ വന്നിട്ട് ഡാമിൻ പ്രീസ്റ്റിനെ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഫിൻ ബാലറിനോട് കുറച്ചും കൂടി കയർത്തുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റ് സംസാരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഡാമിൻ പ്രീസ്റ്റിനെ ജഡ്ജ്മെൻറ്റ് ഡേയിൽ നിന്ന് അവർ എന്തായാലും പുറത്താക്കുമെന്നുള്ളത്. അതിലൂടെ ഡാമിൻ പ്രീസ്റ്റിൻ്റെ ഒരു ഫേസ് ടേൺ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. മിക്കവാറും സമ്മർസ്ലാം സമയമാകുമ്പോൾ ഫിൻ ബാലറും JD മക്ഡോണയും ഡൊമിനിക്കൊക്കെ ചേർന്ന് ഡാമിൻ പ്രീസ്റ്റിനെ ആക്രമിക്കാനും അതിലൂടെ ഫിൻ ബാലറിന് ഒരു വേൾഡ് ടൈറ്റിൽ ഷോട്ട് കിട്ടാനും ഒരു മത്സരം കിട്ടാനും സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ അവർ ബാക്ക്ലാഷിലൂടെ എല്ലാതും തുറന്ന് കാണിച്ചു വെച്ചിട്ടുള്ളത്. എന്തായാലും ഡാമിൻ പ്രീസ്റ്റിൻ്റെയും പ്രകടനം അതിഗംഭീരമായിരുന്നു. ബാക്ക്ലാഷ് 2024 സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.